നോക്കുന്നത് 1872 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിനെ പറ്റിയാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ എന്താണ് കോൺട്രാക്ട് ആക്ടിന്റെ ആ ഒരു ബേസിസ് എന്നും അതുപോലെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പലതരം വ്യാഖ്യാനങ്ങളും ഡെഫിനിഷൻസും ഇന്റർപ്രിട്ടേഷൻസും പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട ഫാക്റ്റുകളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ബേസിക്കലി ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കരാറിന്റെ പൊതുവെയുള്ള എസെൻഷ്യൽസ് അല്ലെങ്കിൽ അതിന്റെ സ്വഭാവം എന്തെല്ലാമാണ്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ സ്വഭാവം എന്താണ്, അതിന്റെ നേച്ചർ എപ്രകാരമാണ്, മറ്റു നിയമങ്ങളുമായിട്ട് അല്ലെങ്കിൽ ലോ ഓഫ് ഒബ്ലിഗേഷൻസ് എന്ന് പറയുന്ന ആ ഒരു ജനറൽ കൺസെപ്റ്റിന്റെ അടിയിൽ വരുന്ന മറ്റു നിയമങ്ങളുമായിട്ട് എങ്ങനെയാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആ സ്പേസ് ഷെയർ ചെയ്യുന്നതെന്നും പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ സ്കോപ്പ്, നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ വ്യാപ്തി അല്ലെങ്കിൽ അതിന്റെ എക്സ്റ്റെന്റ് എത്രത്തോളം ഉണ്ടെന്നുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. Law of contract belongs to the law of obligations. Law of obligations seeks to organize and regulate voluntary legal relation between natural persons. Preamble of the Act states that the Act is to define and amend certain parts of the contract. It is not exhaustive on the whole law regarding contracts, as it define and amend only certain parts of the law relating to contracts. നമ്മൾ ഈ ഒരു കോൺട്രാക്ട് ആക്ടിന്റെ സ്വഭാവം പരിശോധിച്ചു കഴിഞ്ഞാൽ കരാർ നിയമം എന്ന് പറയുന്നത് ബേസിക്കലി അത് ലോ ഓഫ് ഒബ്ലിഗേഷൻസ് അഥവാ ബാധ്യതകളുമായി ബന്ധപ്പെട്ട് വരുന്ന നിയമത്തിന്റെ ഒരു ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വ്യക്തി മറ്റൊരാളോട് നിയമപരമായി ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കാനോ ബാധ്യസ്ഥനാകുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ അത്തരത്തിൽ ബാധ്യസ്ഥനാക്കുന്ന തരത്തിലുള്ള നിയമങ്ങളെയാണ് നമ്മൾ ലോ ഓഫ് ഒബ്ലിഗേഷൻസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു വ്യക്തി ഒരു കടയിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ ആ സാധനത്തിന്റെ വില നൽകാനായിട്ട് അദ്ദേഹത്തിന് ഒരു ബാധ്യതയുണ്ട്. ഈ ബാധ്യതകള് വ്യക്തികൾ തമ്മിൽ സ്വമേധയാ ഉണ്ടാകുന്ന ആ ഒരു നിയമപരമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ബാധ്യതകളാണ്. അപ്പൊ അത്തരം ബന്ധങ്ങളെ നിയന്ത്രിക്കാനാണ് കോൺട്രാക്ട് ആക്ട് അഥവാ നമ്മുടെ കരാർ നിയമം സഹായിക്കുന്നത്. അപ്പൊ ഇതില് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ആക്ടിന്റെ പ്രിയാമ്പിളില് it has been stated that the act is to define and amend only certain parts of the contract. അപ്പോ there are several other enactments relating to contractual obligations. ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ലോ ഓഫ് ഒബ്ലിഗേഷൻസ് അല്ലെങ്കിൽ ഒരു പലതരത്തിലുള്ള കരാറ് ബാധ്യതകളെ നമുക്ക് മറ്റ് പല അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്ച്വൽ നേച്ചറിനെ മറ്റ് പല ആക്ടുകളുടെ കീഴിലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് അല്ലെങ്കിൽ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, സ്പെസിഫിക് റിലീഫ് ആക്ട്, ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്, ഇതിന്റെ എല്ലാം കീഴിലും ഇത്തരത്തില് വ്യക്തികൾ തമ്മിൽ ഉള്ള വിവിധ ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കരാറുകൾ, അതുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ ഈ പറയപ്പെടുന്ന ആക്ടുകളിലും പരാമർശിക്കുന്നുണ്ട്. അപ്പൊ ഇതില് ഇന്ത്യൻ പാർട്ണർഷിപ്പും പിന്നെ അതുപോലെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടും എന്നൊക്കെ പറയുന്നത് ബേസിക്കലി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ തന്നെ ഭാഗമായിരുന്നതും പിന്നീട് മാറ്റി ഇൻഡിപെൻഡന്റ് ആയിട്ട് സെപ്പറേറ്റ് എനാക്ട്മെന്റ് ആക്കി മാറ്റിയിട്ടുള്ള രണ്ട് ആക്ടുകളാണ് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ടും സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടും. അപ്പോ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്ന് പറയുന്നത് കോൺട്രാക്ട്സുമായി അല്ലെങ്കിൽ കരാറുകളുമായി ബന്ധപ്പെട്ട ചില പർട്ടിക്കുലർ കാര്യങ്ങളെ നിർവചിക്കാനും അവയെ ഭേദഗതി ചെയ്യുവാനും വേണ്ടിയിട്ടുള്ള ഒരു നിയമനിർമ്മാണമാണ്. അപ്പോൾ ഈ ഒരു പ്രിയാമ്പിളിൽ ഈ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കരാറുകളുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ മാത്രം കീഴിൽ ഉൾപ്പെട്ടിട്ടുള്ളതല്ല എന്നുള്ളതാണ്. നമുക്ക് ഈ പല നിയമങ്ങളിലും ഇത്തരത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഇതൊരു സമ്പൂർണ്ണ നിയമം അല്ലെങ്കിൽ ഒരു എക്സോസ്റ്റീവ് ലോ റിലേറ്റിംഗ് ടു കോൺട്രാക്ട്സ് എന്നുള്ള തരത്തിൽ നമുക്ക് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിനെ വിളിക്കാൻ പറ്റില്ല. ഇപ്പം ഉദാഹരണത്തിന് ഒരു വസ്തു
അത് വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന കരാറിനെ കുറിച്ച് ചില അടിസ്ഥാന തത്വങ്ങൾ മാത്രമാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ കീഴിൽ പറയുന്നത്. ഇതിനെപ്പറ്റി ഡീപ്പായിട്ട് പരാമർശിക്കുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിന്റെ കീഴിലാണ്, അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് അതിനെപ്പറ്റി പറയുന്ന പാർട്ണർഷിപ്പ് ആക്ടിന്റെ കീഴിലാണ്. അപ്പൊ ഇതൊരു ജനറൽ ലോ ആണ്. പക്ഷെ കരാറുകളുമായി ബന്ധപ്പെട്ട ഒരു ജനറൽ ലെജിസ്ലേഷൻ ആയിട്ട് നമുക്ക് കോൺട്രാക്ട് ആക്ടിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ചില പ്രത്യേകതരം കരാറുകൾക്ക് പ്രത്യേക തരത്തിലുള്ള നിയമവ്യവസ്ഥകളും പല ലെജിസ്ലേഷൻസിലൂടെ പാർലമെന്റ് കൊണ്ടുവന്നിട്ടുമുണ്ട്. അപ്പോ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? It is therefore said that the law of contracts is not the whole law of agreements, nor is it the whole law of obligations. It is the law of those agreements which give rise to obligations and those obligations into freedom of contract. ഇപ്പൊ കരാർ നിയമം എന്ന് പറയുന്നത് എല്ലാ കരാറുകളുടെയും നിയമമല്ല, മറിച്ച് അതൊരു എന്താണ്, അത് എല്ലാ കരാറുകളുടെയും മാത്രമല്ല എല്ലാ ബാധ്യതകളുടെയും നിയമവുമല്ല, മറിച്ച് അത് ബാധ്യതകൾക്ക് വഴിയൊരുക്കുന്ന അല്ലെങ്കിൽ അവയ്ക്ക് കാരണമാകുന്ന കരാറുകളുടെ അതിന് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കുന്ന എഗ്രിമെന്റുകളുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു നിയമനിർമ്മാണമാണ്. അപ്പൊ ഇത് കരാറുകൾ ഉണ്ടാക്കുന്നതിനും അത് ലംഘിക്കപ്പെടുമ്പോഴുള്ള അവകാശങ്ങൾക്കും ബാധ്യതകൾക്കും നിയമപരമായിട്ട് സംരക്ഷണം നൽകുവാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള ഒരു എനാക്ട്മെന്റ് ആണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഓഫ് 1872 എന്ന് പറയുന്നത്. അപ്പോ ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രമാത്രമാണ്. ലോ ഓഫ് ഒബ്ലിഗേഷൻസ് എന്ന് പറയുന്ന ആ ഒരു ബ്രോഡ് സ്പെക്ട്രത്തിലെ ഒരു കണ്ണി അല്ലെങ്കിൽ ഒരു കണിക മാത്രമാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ് ആണ്. സെക്ഷൻ 1 provides extent and commencement of the act. This act extends to the whole of India. അപ്പൊ നിലവില് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ഇന്ത്യ മുഴുവനും ബാധകമാണ്. നമുക്കറിയാം നേരത്തെ ഈ ഒരു ആക്ട് ജമ്മു കാശ്മീർ ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലായിരുന്നു ആപ്ലിക്കബിൾ ആയിരുന്നത്. എന്നാൽ 2019 ജമ്മു കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ടിന്റെ വരവിന് ശേഷം ഈ നിയമത്തിന്റെ ആപ്ലിക്കബിലിറ്റി ജമ്മു കാശ്മീരിലേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. നിയമം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ അത് എനാക്ട് ചെയ്യപ്പെട്ടത് എന്നാണ് 25 ഏപ്രിൽ 1872. പാർലമെന്റ് ഇത് പാസ്സാക്കിയ തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ഏപ്രിൽ 1872 ബ്രിട്ടീഷ് പാർലമെന്റ്, അതായത് ഒരു ബ്രിട്ടീഷ് ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു നിയമമാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. നമുക്കറിയാം സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന വൺ ഓഫ് ദി ലോ ഓഫ് ഒബ്ലിഗേഷൻസ് ആണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. അത് ഇനാക്ട് ചെയ്യപ്പെട്ട തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ഏപ്രിൽ 1872 ആണ്. കമൻസ് ചെയ്തത് സെപ്റ്റംബർ 1, 1872. അതേ വർഷത്തിൽ തന്നെ സെപ്റ്റംബർ 1-ാം തീയതിയാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് കമൻസ് ചെയ്തത്. Section 1 provides that provisions of any act, statute or regulation not expressly repealed by this act and any usage, custom of trade or incident of any contract not inconsistent with the provisions of the act will not be affected. ഇപ്പോ സെക്ഷൻ 1 ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ഈ നിയമം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് വന്നതിന് ശേഷം അതിനു മുമ്പ് നിലവിലുണ്ടായിരുന്ന എന്നാൽ ഈ നിയമം എക്സ്പ്രസ്ലി റദ്ദാക്കാത്തതുമായിട്ടുള്ള മറ്റു നിയമങ്ങൾ തുടർന്നും നിലനിൽക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ വ്യാപാര മേഖലയിലൊക്കെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ചില പ്രത്യേക തരത്തിലുള്ള കസ്റ്റംസും കീഴ്വഴക്കങ്ങളും ഒക്കെ ഇനിയും ഈ ആക്ട് വന്നതിന് ശേഷവും അത് ആക്ട് എക്സ്പ്രസ്ലി പ്രൊഹിബിറ്റ് ചെയ്യാത്തടത്തോളം അല്ലെങ്കിൽ ഇല്ലീഗൽ ആകാത്തടത്തോളം ഇനിയും അവ തന്നെ ആപ്ലിക്കബിൾ ആയി തുടർന്നു പോകും എന്നുള്ള തരത്തിലാണ് ഈ ഒരു സെക്ഷൻ 1 പ്രതിപാദിച്ചിരിക്കുന്നത്. ഇപ്പോ ഉദാഹരണത്തിന് ഒരു കച്ചവടം നടത്തുമ്പോൾ രേഖാമൂലമുള്ള ഒരു കരാറില്ലാതെ ഒരു റിട്ടേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിസിബിൾ റെപ്രസെന്റേഷനിലൂടെ ഉള്ള ഒരു എഗ്രിമെന്റ് ഇല്ലാതെ
വാക്കാൽ മാത്രം ധാരണയാക്കുന്നത് ചില മേഖലകളിൽ സാധാരണമാണ്, അല്ലെങ്കിൽ ചില പ്രത്യേക ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ചില പ്രത്യേക ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടോ അവയൊക്കെ സാധാരണമാണ്. അപ്പൊ അത്തരം കസ്റ്റംസിനെ അല്ലെങ്കിൽ കീഴ്വഴക്കങ്ങളെ ഈ നിയമത്തിന് വിരുദ്ധമല്ലെങ്കിൽ, ഈ ഒരു ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ എക്സ്പ്രസ് ആയിട്ട് അവയെ പ്രൊഹിബിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവ ഇനിയും തുടർന്നും പ്രാബല്യത്തിലിരിക്കുമെന്നാണ് ഈ ഒരു പർട്ടിക്കുലർ പോർഷനിൽ പറയുന്നത്. അപ്പോ ചുരുക്കത്തില് ഈ നിയമം ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്നപ്പോഴും അത് പഴയ കാലം മുതൽ നിലനിന്നിരുന്ന ചില നല്ല കീഴ്വഴക്കങ്ങളെയും മറ്റ് നിയമങ്ങളെയും ഇത് ഇല്ലാതാക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത, സവിശേഷത. അപ്പോ ഇത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ വൺ ഓഫ് ദി, അല്ലെങ്കിൽ അതിന്റെ നേച്ചറും പൊതു സ്വഭാവവും അതുപോലെ അതിന്റെ പരിമിതികളും വീണ്ടും ഊന്നി പറയുന്ന ഒരു പോർഷൻ കൂടിയാണ്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിന്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഏരിയയിലേക്ക് കടക്കാം. ഇന്റർപ്രിട്ടേഷൻ ക്ലോസ്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് ആണ് നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. മറ്റേത് ആക്ടുകളിലെയും പോലെ തന്നെ ഇവിടെയും സെക്ഷൻ 2 കീഴിൽ തന്നെയാണ് ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ ഡെഫിനിഷൻ ക്ലോസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ആക്ടിന്റെ മറ്റ് ചില ഇടങ്ങളിലായിട്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പ്രത്യേക വാക്കുകളെയൊക്കെ കൂടി വിശദീകരിക്കുന്നുണ്ട്. അത് നമുക്ക് അന്നേരം സെക്ഷൻസ് പഠിക്കുമ്പോൾ നോക്കാം. ഇപ്പോ ആദ്യമായിട്ട് സെക്ഷൻ 2A, പ്രപ്പോസൽ. When one person signifies to another his willingness to do or to abstain from doing anything with a view to obtaining the assent of that other to such act or abstinence, he is said to make a proposal. അപ്പോൾ ഒരു വ്യക്തി മറ്റൊരാളോട് ഒരു കാര്യം ചെയ്യാനോ, ഹിസ് വില്ലിംഗ്നെസ് ടു ഡു ഓർ ചെയ്യാതിരിക്കാനോ, ടു അബ്സ്റ്റെയിൻ, അപ്പൊ ചെയ്യാതിരിക്കാനോ ഉള്ള തന്റെ ആഗ്രഹം അറിയിക്കുകയും അതിലൂടെ ആ മറ്റേ വ്യക്തിയുടെ സമ്മതം നേടാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അവിടെയാണ് നമ്മളൊരു പ്രൊപ്പോസൽ എന്ന ആ പ്രക്രിയയാണ് നമ്മളൊരു പ്രൊപ്പോസൽ വെക്കുക എന്ന് പറയുന്നത്. ഉദാഹരണം പറയാനാണെങ്കിൽ എ എന്ന വ്യക്തി ബിയോട് തന്റെ കാറ് 5 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ബിയുടെ സമ്മതം നേടാൻ വേണ്ടിയിട്ടാണ് എ ഇത്തരത്തിലൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ വെക്കുന്നത്. അപ്പൊ അതിനെ ഒരു പ്രപ്പോസലായിട്ട് നമുക്ക് കണക്കാക്കാം. അല്ലെങ്കിൽ ബി പറയുകയാണ് നിന്റെ കാർ ഞാൻ 5 ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ തയ്യാറാണ്. അപ്പൊ അവിടെയും ഒരു പ്രപ്പോസലാണ് വരുന്നത്. സെക്ഷൻ 2B, പ്രോമിസ്. When the person to whom the proposal is made signifies this assent, the proposal is said to be accepted. A proposal, when accepted, becomes a promise. ഇപ്പൊ വാഗ്ദാനം. ഒരു പ്രപ്പോസൽ ലഭിക്കുമ്പോൾ അത് ലഭിച്ച വ്യക്തി ആ പ്രപ്പോസലിനോട് തന്റെ സമ്മതം, തന്റെ അസന്റ് അറിയിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രപ്പോസല് സബ്സിക്വന്റ് ആയിട്ട് ഒരു പ്രോമിസ് അല്ലെങ്കിൽ ഒരു വാഗ്ദാനമായിട്ട് പരിണമിക്കും. ഉദാഹരണം പറയാനാണെങ്കിൽ എയുടെ കാറ് വാങ്ങാനുള്ള ആ നിർദ്ദേശം ബി കേട്ടതിന് ശേഷം താനത് വാങ്ങാൻ തയ്യാറാണെന്ന് ബി മറുപടി പറയുന്നതായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ എയുടെ പ്രപ്പോസൽ സ്വീകരിച്ചുകൊണ്ട് ബി നടത്തിയ ആ ഒരു ആക്ടിനെ നമ്മളൊരു പ്രോമിസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വാഗ്ദാനമായിട്ട് മാറിയതായി കാണാൻ നമുക്ക് സാധിക്കും. ഈ പ്രോമിസർ ആൻഡ് പ്രോമിസി. സെക്ഷൻ 2C. The person making the proposal is called the promiser and the person accepting the proposal is called the promisee. അപ്പോൾ ഒരു കാര്യം, ഒരു പർട്ടിക്കുലർ ആക്ട് ചെയ്യാമെന്നോ ഒരു പർട്ടിക്കുലർ ആക്ടിൽ നിന്നും അബ്സ്റ്റെയിൻ ചെയ്യാമെന്നോ ഉള്ള തരത്തിൽ പ്രപ്പോസൽ വെക്കുന്ന ആ വ്യക്തിയെയാണ് നമ്മൾ പ്രോമിസർ എന്ന് വിളിക്കുന്നത്. കാരണം അദ്ദേഹമാണ് ആ ഒരു പ്രപ്പോസൽ മുമ്പോട്ട് വെക്കുന്നത്. അപ്പൊ ആ പ്രപ്പോസലിനെ അക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ് പ്രോമിസി എന്ന് നമ്മൾ വിളിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് എന്താണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ കൺസിഡറേഷൻ അഥവാ പ്രതിഫലം എന്നുള്ളതിന്റെ വ്യാഖ്യാനമെന്ന് പരിശോധിക്കാം. Consideration under section 2 clause D gives
when at the desire of the promisee or any other person has ഒന്ന് done or abstained from doing, or രണ്ട് does or abstains from doing, or മൂന്ന് promises to do or to abstain from doing something, such act or abstinence or promise is called the consideration for the promised. അപ്പോ ഒരു പ്രോമിസ് അല്ലെങ്കിൽ ഒരു വാഗ്ദാനം ലീഗലി പ്രാബല്യത്തിൽ വരണമെങ്കിൽ അതിനൊരു കൺസിഡറേഷൻ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. നമ്മൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ ഈ ഒരു ഇന്റർപ്രിട്ടേഷൻ ക്ലോസ് വിട്ട് കഴിയുമ്പോൾ മറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് പരിശോധിക്കുമ്പോൾ കൺസിഡറേഷൻ എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ വിശദമായിട്ട് പഠിക്കും. അപ്പൊ ബേസിക് ആയിട്ട് ലീഗലി ഒരു പ്രോമിസ് എൻഫോഴ്സിബിൾ ആകണമെങ്കിൽ അല്ലെങ്കിൽ അത് നിലവിൽ വരണമെങ്കിൽ, അതൊരു എഗ്രിമെന്റ് ആയിട്ട് പരിണമിക്കണമെങ്കിൽ അതിന് എന്താണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പൊ ഈ കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഗ്രിമെന്റിന്റെ കീഴിൽ ഓരോ കക്ഷിക്കും ലഭിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള നേട്ടമോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രവൃത്തിയോ അല്ലെങ്കിൽ അവർ ചെയ്യാത്ത അല്ലെങ്കിൽ ചെയ്യില്ല എന്ന് വാഗ്ദാനം നൽകുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രവൃത്തികളോ ഒക്കെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പകരം നൽകുക എന്നതിനെയാണ് നമ്മൾ പ്രതിഫലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു മാക്സിമം ഉണ്ട്, ക്വിഡ് പ്രോ ക്യോ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ഏരിയാസിൽ കേട്ടിട്ടുള്ളതായിരിക്കും, സംതിങ് ഫോർ സംതിങ്. അപ്പൊ ദാറ്റ് സംതിങ്, ആ സംതിങ് ഫോർ സം അതർ തിങ്, അതിനെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം പറയാനാണെങ്കിൽ എ എന്ന വ്യക്തി തന്റെ കാർ വിൽക്കാനായിട്ട് ബിയുമായി ഒരു കരാറുണ്ടാക്കുന്നു. അപ്പൊ ബി എക്ക് 5 ലക്ഷം രൂപ ഇതിന് പ്രതിഫലമായിട്ട് നൽകാമെന്ന് പറയുന്നു. അപ്പൊ അവിടെ ആ ബിയുടെ ആ ഒരു ആക്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വിൽക്കാമെന്ന് പറയുന്നു, തുക നൽകാമെന്ന് പറയുന്നു. അപ്പൊ ഇത് രണ്ടും ഫ്യൂച്ചറിൽ നടക്കുന്ന ഇവന്റ്സ് ആണ്. അപ്പൊ പ്രോമിസസ് ടു ഡു ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് എന്നുള്ളത് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുകയോ ചെയ്യുക ഒരു സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന ആക്ട്. നമ്മൾ കടയിൽ പോയിട്ട് കുറച്ച് സാധനം വാങ്ങുന്നു, അതിന്റെ എമൗണ്ട് നമ്മൾ പേ ചെയ്യുന്നു, അയാൾ സാധനം നമുക്ക് തരുന്നു. അപ്പൊ ഡസ് ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ്. ഇനി അതല്ല, ഡൺ ഓർ അബ്സ്റ്റെയിൻഡ് ഫ്രം ഡൂയിങ്. ഓൾറെഡി എൻ്റെ ഒരു സുഹൃത്ത് ബന്ധം കൂടിയുള്ള ഒരു വ്യക്തി എനിക്കൊരു കാർ വിറ്റു. അയാളുടെ കാർ ഇപ്പോൾ നിലവിൽ എൻ്റെ കൈവശമാണ്. ഞാൻ അതിന് പൈസ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരു വ്യക്തിക്ക് കുറച്ച് തുക പണമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കൺസിഡറേഷൻ ആയിട്ട് കണ്ടുകൊണ്ട് അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിന്റെ കാറ് വിൽക്കുകയാണ്. അപ്പൊ ഇവിടെയൊക്കെ ഏതെങ്കിലും ഒരു ആക്ട് ഓൾറെഡി കഴിഞ്ഞു അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞു. അപ്പോ അവിടെ ഒരു പാസ്റ്റ് കൺസിഡറേഷൻ അല്ലെങ്കിൽ സൈമിൾട്ടേനിയസ് കൺസിഡറേഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ കൺസിഡറേഷൻ എന്നുള്ള തരത്തിലാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഭാവിയിൽ ഒന്നെങ്കിൽ തരാം, അല്ലെങ്കിൽ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു, അല്ലെങ്കിൽ സൈമിൾട്ടേനിയസ് ആയിട്ട് കൈമാറ്റം നടന്നു. അപ്പൊ ഈ 3 കാറ്റഗറി പെടുന്ന സാധനങ്ങളും കൺസിഡറേഷന്റെ അഥവാ പ്രതിഫലത്തിന്റെ അണ്ടറിൽ വരുന്നവയാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് എന്താണ് എഗ്രിമെന്റ് എന്ന് പറയുന്നതിന്റെ നിർവചനം. സെക്ഷൻ 2E എഗ്രിമെന്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ കരാർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവരി പ്രോമിസ് ആൻഡ് എവരി സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിംഗ് ദ കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ ഈസ് ആൻ എഗ്രിമെന്റ്. ഇപ്പോ ഒരു വാഗ്ദാനവും അതിനുള്ള പ്രതിഫലവും കൂടിച്ചേരുമ്പോൾ ആ ഒരു ഔട്ട്പുട്ടിനെയാണ് നമ്മൾ എഗ്രിമെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രോമിസ് പ്ലസ് കൺസിഡറേഷൻ ആണ് എഗ്രിമെന്റ് എന്ന് പറയുന്നതിനെ ഫോം ചെയ്യുന്നത്. ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്യുമ്പോൾ അതിന് പകരമായി മറ്റേ വ്യക്തി ഒരു പ്രതിഫലം നൽകുന്നു, കൺസിഡറേഷൻ നൽകുന്നു.
അപ്പോ ഈ കൺസിഡറേഷൻ എന്ന് പറയുന്നത് മറ്റേ ആളുടെ ഒരു വാഗ്ദാനമോ, സൈമിൾട്ടേനിയസ് ആയിട്ട് അദ്ദേഹം കൊടുക്കുന്ന ഒരു വാഗ്ദാനമോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള എക്സ്പ്രസ് ആക്ടുകളോ ആയിരിക്കാം. അപ്പൊ ഈ വാഗ്ദാനവും അതിന്റെ പ്രതിഫലവും ചേരുന്നതിനെയാണ് നമ്മൾ കരാർ അല്ലെങ്കിൽ എഗ്രിമെന്റ് അല്ലെങ്കിൽ ഒരു ധാരണയിലെത്തുക. കുറച്ചുകൂടി പ്രോപ്പർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ധാരണയിലെത്തുക. അപ്പൊ ആ ധാരണയിലെത്തുക എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ആക്ടിനെയാണ്. അപ്പോ അടുത്തത് ഇനി റെസിപ്രോക്കൽ പ്രോമിസസ് അണ്ടർ സെക്ഷൻ 2 clause F. Promises which form the consideration or part of the consideration for each other are called reciprocal promises. അപ്പൊ അതായത് പരസ്പര വാഗ്ദാനങ്ങൾ. ഒരു കരാറില് ഒരു കക്ഷി ഒരു വാഗ്ദാനം നൽകുന്നു. ഈ വാഗ്ദാനത്തിന് പകരമായി മറ്റേ കക്ഷി ഒരു വാഗ്ദാനം തിരികെ നൽകുന്നു. ഈ രണ്ട് വാഗ്ദാനങ്ങളും പരസ്പരമായിട്ട് കൺസിഡറേഷൻസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ അവ അത്തരത്തിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെയാണ് റെസിപ്രോക്കൽ പ്രോമിസസ് എന്ന് പറയുന്നത്. എന്റെ വീട്ടില് ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ജോലികൾ ചെയ്യാനായിട്ട് ഞാൻ ഒരാളെ വിളിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ ഇന്ന ജോലികൾ ഞാൻ ചെയ്തു തരാം, എന്റെ കൂലി ഇത്രയുമാണെന്ന് പറയുന്നു. ഞാൻ പറയുകയാണ്, നിങ്ങൾ ആ ജോലി ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇത്ര രൂപ കൂലിയായിട്ട് നിങ്ങൾക്ക് തരാമെന്ന് പറയുന്നു. അപ്പൊ അവിടെ റെസിപ്രോക്കൽ പ്രോമിസ് ആണ്. ഒരേ കാര്യത്തിൽ തന്നെയുള്ള, ഒരേ തുകയിൽ തന്നെയുള്ള ഒരു ധാരണ അവിടെ നമ്മൾ എത്തുകയാണ്. അതിനെയാണ് നമ്മൾ റെസിപ്രോക്കൽ പ്രോമിസസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് എന്താണ് വോയിഡ് അഗ്രിമെന്റ് എന്ന് പറയുന്നത്? സെക്ഷൻ 2Gയുടെ അണ്ടറിലാണ് നമ്മൾ വോയിഡ് അഗ്രിമെന്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. ആൻ അഗ്രിമെന്റ് വിച്ച് ഈസ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് സെഡ് ടു ബി വോയിഡ്. അപ്പൊ നിയമപരമായിട്ട് സാധൂകരിക്കാൻ സാധിക്കാത്ത ധാരണകളെയാണ് നമ്മൾ വോയിഡ് എഗ്രിമെന്റുകൾ എന്ന് പറയുന്നത്. ശൂന്യമായ കരാറുകൾ, നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശൂന്യമായിട്ടുള്ള, തികച്ചും ശൂന്യമായിട്ടുള്ള കരാറുകളെയാണ് നമ്മൾ വോയിഡ് എഗ്രിമെന്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു an agreement is there, ഒരു കരാറുണ്ട് അല്ലെങ്കിൽ ഒരു ധാരണയുണ്ട്. പക്ഷെ എന്തെങ്കിലും കാരണവശാല് ആ ഒരു ധാരണ നിയമത്തിന് മുന്നിൽ അസാധുവാകുകയാണെങ്കിൽ അല്ലെങ്കിൽ അസാധുവാക്കപ്പെടുകയാണെങ്കിൽ, അവയെ കോടതി വഴി എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ, ആ സാഹചര്യങ്ങളിലാണ് നമ്മൾ ആ എഗ്രിമെന്റുകളെ വോയിഡ് എഗ്രിമെന്റുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോ സാധാരണഗതിയിൽ ഇവ തുടക്കം മുതലേ, ഒട്ടുമിക്ക കേസുകളിലും ഇവ തുടക്കം മുതലേ തന്നെ നിലവിലില്ലാത്തതായി കണക്കാക്കപ്പെടുന്ന തരത്തിലുള്ള എഗ്രിമെന്റുകളാണ്. ഇപ്പൊ ഉദാഹരണത്തിന് എ എന്ന് പറയുന്ന വ്യക്തി ബിയോട് പറയുകയാണ്, ഞാൻ നിനക്ക് 50,000 രൂപ തരാം, നീ പോയിട്ട് സിയുടെ കൈയും കാലും തല്ലി ഒടിക്കണം എന്നുള്ളത്. അപ്പൊ അവിടെ ആ വ്യക്തികൾ തമ്മിൽ, അദ്ദേഹം പറയുന്നു ആ ഞാൻ ചെയ്യാന്ന് പറയുന്നു. ആ വ്യക്തികൾ തമ്മിൽ അവിടെ ഒരു ധാരണയുണ്ട്. പക്ഷെ എന്താണ്, ഒരു കോടതി വഴി നടപ്പിലാക്കി എടുക്കാൻ ഇതിനെ നമുക്ക് സാധിക്കില്ല, എൻഫോഴ്സ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ സിയുടെ കൈയും കാലും പോയിട്ട് ബി തല്ലി ഒടിച്ചു, എ പൈസ കൊടുക്കുന്നില്ല, ബിക്ക് ഇതും കൊണ്ട് കോടതിയിലേക്ക് പോകാൻ സാധിക്കില്ല. അപ്പൊ അത്തരത്തിലുള്ള എഗ്രിമെന്റുകളെയാണ്, ധാരണകളെയാണ് നമ്മൾ വോയിഡ് എഗ്രിമെന്റുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇല്ലീഗൽ ആയിട്ടുള്ള എഗ്രിമെന്റ്സും ഇത്തരത്തിൽ വോയിഡ് എഗ്രിമെന്റുകളുടെ അണ്ടറിൽ വരുന്നവയാണ്. പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങൾ നമ്മൾ പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് ആക്ടിന്റെ പ്രൊവിഷൻസ് പഠിക്കുമ്പോൾ വോയിഡ് എഗ്രിമെന്റുകളെ പറ്റി പഠിക്കും. ഇനി അടുത്തതായിട്ട് കോൺട്രാക്ട് ആക്ടിന്റെ വളരെ സുപ്രധാനമായിട്ടുള്ള നിർവചനമാണ് അണ്ടർ സെക്ഷൻ 2 clause Hല് എന്താണ് കോൺട്രാക്ട് എന്നതിന്റെ വ്യാഖ്യാനം. An agreement enforceable by law is a contract. ഇപ്പോ വോയിഡ് അഗ്രിമെന്റുകളെ പറ്റി നമ്മൾ പഠിച്ചതിന്റെ ആ ഒരു ശൂന്യമായ ധാരണകളുടെ നേരെ വിപരീതം, നേരെ ഓപ്പോസിറ്റ് ആണ് കോൺട്രാക്ട് എന്നുള്ളതിന്റെ നിർവചനം. An agreement which is enforceable by law is a contract. അപ്പൊ നിയമപരമായിട്ട് നടത്തിയെടുക്കാൻ സാധിക്കുന്ന ധാരണകളെ അല്ലെങ്കിൽ കരാറുകളെയാണ് നമ്മൾ കോൺട്രാക്ട് എന്ന് ആക്ടില് വിശേഷിപ്പിക്കുന്നത്, ആക്ടിന്റെ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോ ഇത്തരം ഒരു എഗ്രിമെന്റുകളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നിയമപരമായിട്ട് നടപ്പിലാക്കി എടുക്കാൻ സാധിക്കുന്ന എഗ്രിമെന്റുകൾ എന്ന് പറയുമ്പോൾ അതിലെ ടേംസ് എഗ്രി ചെയ്തിരിക്കുന്ന വ്യക്തികൾ അവരിൽ ആരെങ്കിലും ലംഘിച്ചു കഴിഞ്ഞാൽ അവയെ കോടതി മുഖാന്തരം നടപ്പിലാക്കി എടുക്കാനായിട്ട് സാധിക്കും, എൻഫോഴ്സിബിൾ ആണോ. അപ്പൊ അതിനെയാണ് നമ്മൾ കോൺട്രാക്റ്റുകൾ എന്ന് വിളിക്കുന്നത്.
ഇനി എന്താണ് വോയിഡബിൾ കോൺട്രാക്ട് എന്നുള്ള സെക്ഷൻ 2 ക്ലോസ് ഐ. ഒരുപാട് പേപ്പറുകളിൽ ഈ ഒരു വോയിഡബിൾ കോൺട്രാക്ടിന്റെ ഡെഫിനിഷൻ ആണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. കാരണം നമ്മൾ വോയിഡബിൾ എന്ന് കാണുമ്പോൾ ചിലരിൽ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അതായത് വോയിഡ് ആയിട്ടുള്ള എഗ്രിമെന്റ്സ് ആണ് എന്നുള്ള തരത്തിൽ, അല്ലെങ്കിൽ അവയെ നടത്തിയെടുക്കാം എന്ന് പറയുന്ന തരത്തിൽ. അപ്പൊ ഏതിലാണ് ഇതിന്റെ അണ്ടറിലാണ് വോയിഡബിൾ എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ വരുന്നതെന്ന് ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ കൺഫ്യൂഷൻ വരാം. ആ കൺഫ്യൂഷൻ മാറ്റാനായിട്ട് ഇതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. Voidable contract is defined under section 2 clause I. An agreement which is enforceable by law at the option of one or more of the parties thereto, but not at the option of the other or others, is a voidable contract. അപ്പോ വേണമെങ്കിൽ റദ്ദാക്കാവുന്ന കരാറുകൾ, അവയെയാണ് നമ്മൾ വോയിഡബിൾ കോൺട്രാക്ട്സ് എന്ന് വിളിക്കുന്നത്. അപ്പോ വോയിഡ് എഗ്രിമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവ നിയമപരമായിട്ട് അസാധുവായിട്ടുള്ള കരാറുകളാണ്, നമുക്കറിയാം. പക്ഷെ വോയിഡബിൾ എഗ്രിമെന്റുകളുടെ അല്ലെങ്കിൽ വോയിഡബിൾ കോൺട്രാക്റ്റുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യലി ഇവ വാലിഡ് ആണ്, ദേ ആർ വാലിഡ് കോൺട്രാക്ട്സ്. പക്ഷെ ചില സാഹചര്യങ്ങൾ മൂലമോ അല്ലെങ്കിൽ കോൺട്രാക്ടിന്റെ എന്തെങ്കിലും എസെൻഷ്യൽസ് അവിടെ പാലിച്ചിട്ടില്ല, അല്ലെങ്കിൽ വ്യക്തികളുടെ കൺസെന്റ് പ്രോപ്പർ ആയിരുന്നില്ല, അത് ഒബ്റ്റെയിൻഡ് ത്രൂ ഫ്രോഡോ അല്ലെങ്കിൽ മിസ്റെപ്രസെന്റേഷനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് നിർബന്ധങ്ങളോ അല്ലെങ്കിൽ ഭീഷണിയോ അതിനോടൊക്കെ വഴിപ്പെട്ടിട്ടാണ് ഒരു വ്യക്തി തന്റെ സമ്മതം നൽകിയതെങ്കിൽ ആ പർട്ടിക്കുലർ വ്യക്തിക്ക് ഈ കരാറിനെ റദ്ദാക്കാനായിട്ട് നിയമപരമായിട്ടൊരു അവകാശമുണ്ട്. അപ്പോ അത്തരത്തിലുള്ള എഗ്രിമെന്റുകളെയാണ് നമ്മൾ വോയിഡബിൾ കോൺട്രാക്ട്സ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണം പറയാനാണെങ്കിൽ എ എന്ന് പറയുന്ന വ്യക്തിയെ ഒരു തോക്ക് ചൂണ്ടിക്കൊണ്ട് ബി ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്റെ വസ്തു വെറും തുച്ഛമായ വിലയ്ക്ക് ബിക്ക് വിൽക്കാനായിട്ട് ബി നിർബന്ധിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോ ആ സാഹചര്യത്തിൽ എ അത് എഗ്രി ചെയ്യുകയാണെങ്കിൽ അവിടെ അത് വോയിഡബിൾ അറ്റ് ദി ഓപ്ഷൻ ഓഫ് എ ആണ്. അത് നിയമപരമായി നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഫാക്ട് എന്ന് പറയുന്നത് ലോയ്ക്ക് അറിയാത്തടത്തോളം, അതായത് എ തന്റെ കൺസെന്റ് ബി ഒബ്റ്റെയിൻ ചെയ്തത് പ്രകാരമാണ്, ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു മിസ്റെപ്രസെന്റേഷനിലൂടെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല കാരണങ്ങളും കാണിച്ചുകൊണ്ട് നമുക്കതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പഠിക്കാം. അപ്പോൾ അല്ലെങ്കിൽ ആ ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് അല്ല, കോയേഷൻ ചെലുത്തിക്കൊണ്ടാണ് എന്നുള്ള തരത്തിലൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവിടെ തന്റെ കൺസെന്റ് അപ്രകാരം ഒബ്റ്റെയിൻ ചെയ്തത് കൊണ്ട് അറ്റ് ദി ഓപ്ഷൻ ഓഫ് എ ഇത് വോയിഡബിൾ ആണ്. അപ്പൊ അതിനെയാണ് നമ്മൾ വോയിഡബിൾ കോൺട്രാക്ട്സ് എന്ന് വിളിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഇത്തരം കരാറുകൾ റദ്ദാക്കാൻ സാധ്യതയുള്ള നിയമപരമായിട്ടുള്ള കരാറുകൾ തന്നെയാണ്. കരാറിൽ അല്ലെങ്കിൽ കരാറ് പ്രകാരം ദുരിതത്തിലായ കക്ഷിക്ക് റദ്ദാക്കാൻ അദ്ദേഹം തീരുമാനമെടുക്കുന്നത് വരെ അത് നിലനിൽക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ഫാക്ട് എന്ന് പറയുന്നത്. ഇനി കോൺട്രാക്ട് ബിക്കംസ് വോയിഡ്, സെക്ഷൻ 2 ക്ലോസ് ജെ. ഡെഫിനിഷൻ സെക്ഷനിലെ അവസാനത്തെ ഡെഫിനിഷൻ ആണ്: എ കോൺട്രാക്ട് വിച്ച് സീസസ് ടു ബി എൻഫോഴ്സിബിൾ ബൈ ലോ ബിക്കം വോയിഡ് വെൻ ഇറ്റ് സീസസ് ടു ബി എൻഫോഴ്സിബിൾ. വളരെ ലളിതമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. സെക്ഷൻ 2J പ്രകാരം ഒരു നിയമപരമായ കരാർ പിന്നീട് ചില കാരണങ്ങളാൽ നിയമപരമായി നടപ്പാക്കാൻ കഴിയാത്ത തരത്തിലുള്ള അവസ്ഥയിലേക്ക് മാറുമ്പോൾ അത് ഒരു വോയിഡ് ആയിട്ടുള്ള കരാറുകളായി അല്ലെങ്കിൽ ശൂന്യമായ കരാറായി പരിണമിക്കുന്നതിനെയാണ് നമ്മൾ കോൺട്രാക്ട് ബിക്കംസ് വോയിഡ് എന്നുള്ള തരത്തിൽ സെക്ഷൻ 2Jയുടെ അണ്ടറിൽ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോ കരാറ് ഇനിഷ്യലി നിലവിൽ വരുമ്പോൾ അത് പൂർണ്ണമായിട്ടും വാലിഡ് ആയിരിക്കും, എൻഫോഴ്സിബിൾ ആയിരിക്കും. എന്നാൽ പിന്നീട് കരാറിലെ വ്യവസ്ഥകൾ നടപ്പാക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ ഉടലെടുക്കുകയാണ്. അപ്പോ ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ കരാറ് സ്വയം ഓട്ടോമാറ്റിക്കലി വോയിഡ് ആയി പോവുകയാണ്. അപ്പൊ ഇതിൽ നിന്നും ഇത് വ്യത്യാസമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വോയിഡബിളിന്റെ കാര്യത്തിൽ ആ ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ ഓപ്ഷനിലാണ്, അല്ലെങ്കിൽ ആരുടെ കൺസെന്റ് ആണോ ഇപ്രകാരം ഇംപ്രോപ്പർ ആയിട്ട് അക്വയർ ചെയ്തത് അയാളുടെ താല്പര്യത്തിനനുസരിച്ചാണ് കോൺട്രാക്ട് വോയിഡബിൾ ആക്കാൻ സാധിക്കുന്നത്. പക്ഷെ അത് വോയിഡബിൾ ആക്കുന്നത് വരെ നിയമപരമായി നിലനിൽക്കുകയും ചെയ്യും. പക്ഷെ ഇവിടെ കോൺട്രാക്ട് ബിക്കംസ് വോയിഡ് എന്ന് പറയുന്നത് നിയമപരമായിട്ടുള്ള ചില കാരണങ്ങൾ മൂലം ഒരു കോൺട്രാക്ട് ഇനീഷ്യലി വാലിഡ് ആയിരുന്ന ഒരു കോൺട്രാക്ട് സബ്സിക്വന്റ്ലി അൺഎൻഫോഴ്സിബിൾ ആയി മാറുകയാണ്. അപ്പോ രണ്ടും ഡിഫറെന്റ് സെനാരിയോസ് ആണ്. ഇപ്പോ ഉദാഹരണം പറയാനാണെങ്കിൽ
എയും ബിയും തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കുകയാണ് വിദേശ രാജ്യത്തേക്ക് കുറച്ച് സാധനങ്ങൾ കയറ്റി അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ സബ്സിക്വന്റ് ആയിട്ട് ആ പർട്ടിക്കുലർ വിദേശ രാജ്യവുമായിട്ട് ഇന്ത്യ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ എന്താണ്, മറ്റെന്തെങ്കിലും തരത്തിലുള്ള നയതന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ആ വിദേശ രാജ്യത്തേക്ക് സാധനങ്ങളൊന്നും കയറ്റി അയക്കണ്ട എന്നുള്ള തരത്തിൽ പാർലമെന്റ് ഒരു നിയമം പുറപ്പെടുവിക്കുകയാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് ഒരു ഓർഡർ ഇടുകയാണ്. അപ്പൊ ആ സാഹചര്യത്തിൽ ഒബ്വിയസ്ലി ആ കരാറിലെ ടേംസ് പെർഫോം ചെയ്യാനായിട്ട് കൺസേൺഡ് വ്യക്തികൾക്ക് സാധിക്കില്ല. അപ്പോ അവിടെ നമ്മൾ കണക്കാക്കുന്നത് കോൺട്രാക്ട് ബിക്കം വോയിഡ്. സെക്ഷൻ 2Jയുടെ ഡെഫിനിഷൻ പ്രകാരം ദി കോൺട്രാക്ട് ഹാസ് ബിക്കം വോയിഡ് എന്നാണ് നമ്മൾ അവിടെ പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ കോൺട്രാക്ട് ആക്ട് പഠിക്കുമ്പോൾ കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട കോട്ട്, ഓൾ കോൺട്രാക്ട്സ് ആർ അഗ്രിമെന്റ്സ് ബട്ട് ഓൾ അഗ്രിമെന്റ്സ് ആർ നോട്ട് കോൺട്രാക്ട്സ്. അപ്പോൾ എല്ലാ കരാറുകളും ധാരണകളാണ്, പക്ഷെ എല്ലാ ധാരണകളും കരാറുകളായി പരിണമിക്കണം എന്ന് നിർബന്ധമില്ല. അതാണ് ഈ ഒരു ഡെഫിനിഷന്റെ അർത്ഥം. ഇപ്പോൾ ബേസിക്കലി നമുക്കറിയാം ഒരു കോൺട്രാക്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ, ബട്ട് ദെയർ ക്യാൻ ബി അതർ അഗ്രിമെന്റ്സ് ടു. നമുക്കറിയാം നിയമപരമല്ലാത്ത, ഞാൻ പറഞ്ഞു ഒരാളുടെ കൈയും കാലും തല്ലിയൊടിക്കാനായിട്ട് ഒരു പ്രതിഫലം വാങ്ങിക്കൊണ്ടൊരു കരാറിൽ ഏർപ്പെടുകയാണെങ്കിൽ അവിടെ അവർ തമ്മിൽ ഒരു ധാരണ ഉണ്ട് അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്, പക്ഷെ അത് നിയമപരമായിട്ട് നടപ്പിലാക്കി എടുക്കാൻ സാധിക്കില്ല. ഓൾ കോൺട്രാക്ട്സ് ആർ അഗ്രിമെന്റ്സ് ബട്ട് ദ കോൺവേഴ്സ്, ദാറ്റ് ഈസ് ഓൾ അഗ്രിമെന്റ്സ് ആർ കോൺട്രാക്ട്സ് ഇസ് നോട്ട് ട്രൂ. എല്ലാ എഗ്രിമെന്റുകളും കോൺട്രാക്ട് ആകണമെന്നില്ല, പക്ഷെ എല്ലാ കോൺട്രാക്റ്റുകളും എഗ്രിമെന്റുകൾ തന്നെയാണ്. അപ്പൊ എന്തൊക്കെയാണ് കോൺട്രാക്ടിന്റെ എസെൻഷ്യൽ എലമെന്റ്സ് എന്ന് പറയുന്നത്? ലീഗൽ ഇന്റൻഷൻ, വാലിഡ് കൺസിഡറേഷൻ, ഫ്രീ കൺസെന്റ്, ലോഫുൾ ഒബ്ജക്റ്റ്, കോമ്പിറ്റൻസി ഓഫ് പാർട്ടീസ് തുടങ്ങിയവയാണ് നമ്മൾ ഒരു കോൺട്രാക്ടിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ഇതൊക്കെ വിശദമായിട്ട് പിന്നീട് പോകെ ചർച്ച ചെയ്യും. അപ്പൊ അതിൽ ആദ്യമായിട്ട് ലീഗൽ ഇന്റൻഷൻ, അതായത് നിയമപരമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ കരാറിൽ ഏർപ്പെടുന്ന കക്ഷികൾക്ക് നിയമപരമായ ഒരു ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കണം. ഇപ്പം ഉദാഹരണം പറയാനാണെങ്കിൽ ഏതെന്റെ സുഹൃത്തായ ഒരു വ്യക്തിയെ, ബിയെ, ഒരു ഡിന്നറിന് ക്ഷണിക്കുകയാണ്. ബി വരുന്നില്ല. ഇവിടെ ഒരു ധാരണ ഉണ്ടായി, ഇവർ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായി, ഞാൻ വരാമെന്ന് പറഞ്ഞിരുന്നു, പിന്നീട് വിസമ്മതിക്കുകയാണ്. പക്ഷെ അതിന് ഒരു നിയമപരമായിട്ടുള്ള ഉദ്ദേശം ഉണ്ടോ? ഇല്ല. ജസ്റ്റ് ഒരു കാഷ്വൽ വിസിറ്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ബി ഡിന്നറിന് വന്നില്ലെന്ന് പറഞ്ഞിട്ട് എക്ക് ബിക്ക് എതിരെ പോയിട്ട് സ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കുമോ? പറ്റില്ല. അപ്പൊ അതാണ് ദെയർ മസ്റ്റ് ബി എ ലീഗൽ ഇന്റൻഷൻ, ഒരു നിയമപരമായ ഉദ്ദേശം ഉണ്ടായിരിക്കണം. അതാണ് ഒരു കോൺട്രാക്ടിന്റെ ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത്. പിന്നെ സാധുവായിട്ടുള്ള എന്തെങ്കിലും പ്രതിഫലം കൊടുത്തിരിക്കണം, ഒരു വാലിഡ് കൺസിഡറേഷൻ അവിടെ ഉണ്ടായിരിക്കണം. അപ്പോ കരാറിലെ പ്രതിഫലം എന്ന് പറയുന്നത് റിയൽ ആയിരിക്കണം, അത് മിയർലി ഇല്യൂസറി അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും തരത്തിലുള്ള പ്രോപ്പർലി നമുക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ യഥാർത്ഥമല്ലാത്തതായി പോകാൻ സാധ്യതയുള്ള പ്രതിഫലങ്ങളായി പോകരുത്. വെറും എന്താ പറയണ്ടേ, ഒരു റിയൽ ഒരു എക്സിസ്റ്റൻസ് ആ ഒരു കൺസിഡറേഷന് ഉണ്ടായിരിക്കണം. ഇത് ബേസിക്കലി നമുക്കറിയാം കൺസിഡറേഷൻ റെസിപ്രോക്കൽ പ്രോമിസിന്റെ കാര്യത്തിൽ നമുക്ക് അവിടെയും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു ധാരണയിലാണ് അവരെത്തുന്നത്. ഇപ്പൊ രണ്ടാമത്തതാണ് വാലിഡ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഫ്രീ കൺസെന്റ് എന്ന് പറയുന്നത്. ഇപ്പോ സ്വതന്ത്രമായിട്ടുള്ള വ്യക്തികളുടെ സമ്മതം, പരസ്പര സമ്മതം. ഇപ്പൊ ഭീഷണി അല്ലെങ്കിൽ നിർബന്ധം, വഞ്ചന, ഇപ്പോ ഈ പറയുന്ന പലതരത്തിലുള്ള നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന അൺഡ്യൂ ഇൻഫ്ലുവൻസോ മിസ്റ്റേക്കോ കോയർഷനോ ഫ്രോഡോ ഇവയൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ മിസ്റെപ്രസന്റേഷനോ ഒന്നും കൂടാതെ പൂർണ്ണ സമ്മതത്തോടെ ആയിരിക്കണം കരാറിൽ ഈ വ്യക്തികൾ ഏർപ്പെടുന്നത്. പിന്നെന്താണ് ലോഫുൾ ഒബ്ജക്റ്റ്, അഥവാ ഒരു സാധുവായിട്ടുള്ള വിഷയം. അപ്പൊ കരാറിലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിഷയം എന്ന് പറയുന്നത് നിയമവിരുദ്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ ലീഗലി അതിന്റെ എന്താണ് ഒബ്ജക്ഷനബിൾ ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആയി പോകാനായിട്ട് പാടില്ല. പിന്നെന്താണ് കോമ്പീറ്റൻസി ഓഫ് പാർട്ടീസ്, കക്ഷികളുടെ നിയമപരമായിട്ടുള്ള യോഗ്യത. ഇപ്പൊ കരാറിൽ ഏർപ്പെടുന്ന വ്യക്തികള് പ്രായപൂർത്തിയായിരിക്കണം, അല്ലെങ്കിൽ അവരുടെ മാനസിക നില സാധാരണഗതിയിലുള്ളവയായിരിക്കണം. അവയെ പറ്റിയൊക്കെ പരാമർശിക്കുന്നതാണ്. അല്ലെങ്കിൽ അവര് മറ്റ് തരത്തിലൊന്നും നിയമപരമായിട്ട് വിലക്കപ്പെട്ടവരായിരിക്കരുത്. അതിനെയൊക്കെയാണ് നമ്മൾ കോമ്പീറ്റൻസി ഓഫ് പാർട്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കരാറുകളും ധാരണകളാണ്, പക്ഷെ എല്ലാ ധാരണകളും
കരാറുകളാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പൊ ഇന്നത്തെ ക്ലാസ് ോടുകൂടി അവസാനിച്ചിരിക്കുന്നു. നന്ദി.